കറണ്ട് അഫയേഴ്സ് ചാലഞ്ചിൻ്റെ ഡേ 6 ആണ് ഇന്ന്. ഓക്കെ, ഇവിടെ ക്വസ്റ്റ്യൻ നമ്പർ ഇട്ടിരിക്കുന്ന ഡേ 5ൻ്റെ തുടർച്ചയായിട്ടാണ്. ഓക്കെ, ഫസ്റ്റ് ക്വസ്റ്റ്യൻ. 2023 നവംബറിൽ ഏകീകൃത സിവിൽ കോഡ് സ്വീകരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം. ആൻസർ ഉത്തരാഖണ്ഡ്. അപ്പോൾ 2023 നവംബറിൽ ഏകീകൃത സിവിൽ കോഡ് സ്വീകരിക്കുന്ന ഇന്ത്യൻ സംസ്ഥാനമാണ് ഉത്തരാഖണ്ഡ്. നെക്സ്റ്റ്, 2023 നവംബറിൽ അമേരിക്കയിൽ റിപ്പോർട്ട് ചെയ്ത കോവിഡ് വൈറസിൻ്റെ പുതിയ വകഭേദം HV1. അപ്പോൾ 2023 നവംബറിൽ അമേരിക്കയിലാണ് HV1 എന്ന കോവിഡ് വൈറസിൻ്റെ പുതിയ വകഭേദം റിപ്പോർട്ട് ചെയ്തത്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. 5 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ആധാർ എൻറോൾമെൻറ്റ് പൂർത്തിയാക്കുന്ന രാജ്യത്തെ ആദ്യ ജില്ല വയനാട്. അപ്പോൾ 5 വയസ്സിന് താഴെയുള്ള കുട്ടികളുടെ ആധാർ എൻറോൾമെൻറ്റ് പൂർത്തിയാക്കുന്ന രാജ്യത്തെ ആദ്യ ജില്ലയാണ് വയനാട്. നെക്സ്റ്റ്, രാജ്യത്തെ 4700 നഗരസഭകളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയം വികസിപ്പിച്ച പോർട്ടൽ ഐന. അപ്പോൾ ഐന പോർട്ടൽ എന്താണ്? രാജ്യത്തെ 4700 നഗരസഭകളെ തമ്മിൽ ബന്ധിപ്പിക്കാൻ കേന്ദ്ര ഭവന നഗരകാര്യ മന്ത്രാലയം വികസിപ്പിച്ച പോർട്ടലാണ് ഐന. പിന്നെ ആരെങ്കിലും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതാണ് കാണുന്നതെങ്കിൽ പ്ലീസ് ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യണേ. നെക്സ്റ്റ്, കേരള സംസ്ഥാന സർക്കാർ ക്യൂബയുമായി ചേർന്ന് തിരുവനന്തപുരത്ത് ആരംഭിച്ച ഇൻ്റർനാഷണൽ ചെസ് ഫെസ്റ്റിവൽ ചെഗുവേരയുടെ സ്മരണാർത്ഥമായിട്ടാണ് ഇതിന് എന്ന് പേര് കൊടുത്തത്. അപ്പോൾ കേരള സംസ്ഥാന സർക്കാർ ക്യൂബയുമായി ചേർന്ന് തിരുവനന്തപുരത്ത് ആരംഭിച്ച ഇൻ്റർനാഷണൽ ചെസ് ഫെസ്റ്റിവലാണ് ചെ. നെക്സ്റ്റ്, ലോക പ്രശസ്ത ട്രാവൽ മാഗസീനായ കൊണ്ടേ നാസ്റ്റ് ട്രാവലർ 2024 ഏഷ്യയിൽ സന്ദർശിക്കേണ്ട സ്ഥലങ്ങളിൽ ഒന്നാമതായി തിരഞ്ഞെടുത്തത് കൊച്ചി. അപ്പോൾ ലോക പ്രശസ്ത ട്രാവൽ മാഗസീനായ കൊണ്ടേ നാസ്റ്റ് ട്രാവലർ 2024 ഏഷ്യയിൽ സന്ദർശിക്കേണ്ട സ്ഥലങ്ങളിൽ ഒന്നാമതായി തിരഞ്ഞെടുത്തത് കൊച്ചി. നെക്സ്റ്റ്, വോയിസ് ഓഫ് ഗ്ലോബൽ സൗത്ത് സമ്മിറ്റിൻ്റെ 2ാം പതിപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഇന്ത്യ. അപ്പോൾ വോയിസ് ഓഫ് ഗ്ലോബൽ സൗത്ത് സമ്മിറ്റിൻ്റെ 2ാം പതിപ്പിന് ആതിഥേയത്വം വഹിക്കുന്ന രാജ്യം ഇന്ത്യ. നെക്സ്റ്റ്, സംസ്ഥാന സർക്കാർ ആരംഭിക്കുന്ന ബ്രെയിൽ ലിപി സാക്ഷരതാ പദ്ധതി ദീപ്തി. അപ്പോൾ ദീപ്തി പദ്ധതി എന്താണ്? സംസ്ഥാന സർക്കാർ ആരംഭിക്കുന്ന ബ്രെയിൽ ലിപി സാക്ഷരതാ പദ്ധതിയാണ് ദീപ്തി. നെക്സ്റ്റ്, രാജ്യത്ത് ആദ്യമായി പൂർണ്ണമായും വനിതകളുടെ നിയന്ത്രണത്തിൽ വോട്ടെടുപ്പ് നടന്ന നിയമസഭാ മണ്ഡലം റായ്പൂർ നോർത്ത്, ഛത്തീസ്ഗഡ്. അപ്പോൾ റായ്പൂർ നോർത്ത് ഛത്തീസ്ഗഡ് മണ്ഡലത്തിലാണ് രാജ്യത്ത് ആദ്യമായി പൂർണ്ണമായും വനിതകളുടെ നിയന്ത്രണത്തിൽ വോട്ടെടുപ്പ് നടന്ന നിയമസഭാ മണ്ഡലം. നെക്സ്റ്റ്, നാളികേര കർഷകരെ സഹായിക്കുന്നതിനായി കേന്ദ്ര നാളികേര വികസന ബോർഡ് ആരംഭിച്ച കോൾ സെൻറ്റർ ഹലോ നാരിയൽ. അപ്പോൾ നാളികേര കർഷകരെ സഹായിക്കുന്നതിനായി കേന്ദ്ര നാളികേര വികസന ബോർഡ് ആരംഭിക്കുന്ന കോൾ സെൻറ്ററാണ് ഹലോ നാരിയൽ. പ്രഥമ MS സ്വാമിനാഥൻ കാർഷികാശ്രയം പുരസ്കാരത്തിന് അർഹനായത് ചെറുവയൽ രാമൻ. അപ്പോൾ പ്രഥമ MS സ്വാമിനാഥൻ കാർഷികാശ്രയം പുരസ്കാരത്തിന് അർഹനായത് ചെറുവയൽ രാമൻ. 2035 ഇന്ത്യ സ്വന്തമായി നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ബഹിരാകാശ നിലയത്തിന് നൽകുന്ന പേര് ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ. അപ്പോൾ ഇന്ത്യ സ്വന്തമായി നിർമ്മിക്കാൻ ഒരുങ്ങുന്ന ബഹിരാകാശ നിലയത്തിന് നൽകുന്ന പേരാണ് ഭാരതീയ അന്തരീക്ഷ സ്റ്റേഷൻ. 2035 ഇന്ത്യ ഇത് നിർമ്മിക്കുന്നത്. നെക്സ്റ്റ്, 2023 G20 വെർച്വൽ ഉച്ചകോടിക്ക് വേദിയാകുന്ന ഇന്ത്യൻ നഗരം ന്യൂഡൽഹി. അപ്പോൾ 2023 G20 വെർച്വൽ ഉച്ചകോടിക്ക് വേദിയാകുന്ന നഗരമാണ് ന്യൂഡൽഹി. നെക്സ്റ്റ്, പശ്ചിമ ബംഗാളിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം സൗരവ് ഗാംഗുലി. അപ്പോൾ മുൻ ഇന്ത്യൻ ക്രിക്കറ്റ് താരം സൗരവ് ഗാംഗുലിയാണ് പശ്ചിമ ബംഗാളിൻ്റെ ബ്രാൻഡ് അംബാസിഡറായി നിയമിതനായത്.
കേരള വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ഗുഡ്വിൽ അംബാസിഡറായി തിരഞ്ഞെടുക്കപ്പെട്ടത് കീർത്തി സുരേഷാണ്. കേരള വനിതാ ക്രിക്കറ്റ് ടീമിന്റെ ഗുഡ്വിൽ അംബാസിഡർ. നെക്സ്റ്റ്, കേരളത്തിലെ ആദ്യ ടൈഗർ സഫാരി പാർക്ക് നിലവിൽ വരുന്നത് മുതുകാട്, ചക്കിട്ടപ്പാറ, കോഴിക്കോട്. അപ്പോൾ കേരളത്തിലെ ആദ്യ ടൈഗർ സഫാരി പാർക്ക് നിലവിൽ വരുന്നത് മുതുകാട്, ചക്കിട്ടപ്പാറ, കോഴിക്കോട്. നെക്സ്റ്റ്, രാജ്യത്ത് ആദ്യമായി കേസ് ഫയലിങ്ങിനും ഹർജികൾ പരിശോധിക്കുന്നതിനുമായി മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്ന ഹൈക്കോടതി കേരള ഹൈക്കോടതി. അപ്പോൾ കേരള ഹൈക്കോടതിയാണ് രാജ്യത്ത് ആദ്യമായി കേസ് ഫയലിങ്ങിനും ഹർജികൾ പരിശോധിക്കുന്നതിനും മൊബൈൽ ആപ്ലിക്കേഷൻ ഉപയോഗിക്കുന്നത്. സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന ദത്തെടുക്കൽ ബോധവൽക്കരണ പരിപാടി താരാട്ട്. അപ്പോൾ സംസ്ഥാന ശിശുക്ഷേമ സമിതിയുടെ നേതൃത്വത്തിൽ നടപ്പാക്കുന്ന ദത്തെടുക്കൽ ബോധവൽക്കരണ പരിപാടിയാണ് താരാട്ട്. നെക്സ്റ്റ്, 2023 നവംബറിൽ ലോകത്തിലെ ഏറ്റവും വലിയ സിംഗിൾ സെറ്റ് സോളാർ പവർ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്ത രാജ്യം UAE. അപ്പോൾ 2023 നവംബറിൽ ലോകത്തിലെ ഏറ്റവും വലിയ സിംഗിൾ സെറ്റ് സോളാർ പവർ പ്ലാന്റ് ഉദ്ഘാടനം ചെയ്ത രാജ്യമാണ് UAE. നെക്സ്റ്റ്, സ്ത്രീ സുരക്ഷയ്ക്കായി സേഫ് സിറ്റി പദ്ധതി ആരംഭിച്ച സംസ്ഥാനം ഉത്തർപ്രദേശ്. അപ്പോൾ സ്ത്രീ സുരക്ഷയ്ക്കായി സേഫ് സിറ്റി പദ്ധതി ആരംഭിച്ച സംസ്ഥാനമാണ് ഉത്തർപ്രദേശ്. നെക്സ്റ്റ്, പ്രഥമ ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിന് വേദി ഡൽഹി. അപ്പോൾ പ്രഥമ ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിന് വേദിയാകുന്നത് ഡൽഹി. ഇതിൻ്റെ ഭാഗ്യചിഹ്നം ഉജ്ജ്വല എന്ന കുരുവി. അപ്പോൾ പ്രഥമ ഖേലോ ഇന്ത്യ പാരാ ഗെയിംസിന് വേദിയാകുന്നത് ഡൽഹി, ഭാഗ്യചിഹ്നം ഉജ്ജ്വല എന്ന കുരുവി. 2023 ഇന്ത്യൻ ഇൻ്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവലിന് വേദിയായ നഗരം ഫരീദാബാദ്. അപ്പോൾ 2023 ഇന്ത്യൻ ഇൻ്റർനാഷണൽ സയൻസ് ഫെസ്റ്റിവലിന് വേദിയായ നഗരമാണ് ഫരീദാബാദ്. നെക്സ്റ്റ്, രാജ്യത്തെ ആദ്യ ഫിഫ ടാലൻ്റ് അക്കാഡമി നിലവിൽ വന്ന നഗരം ഭുവനേശ്വർ. അപ്പോൾ രാജ്യത്തെ ആദ്യ ഫിഫ ടാലൻ്റ് അക്കാഡമി നിലവിൽ വന്ന നഗരമാണ് ഭുവനേശ്വർ. നെക്സ്റ്റ്, സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾക്കെതിരെയുള്ള അന്താരാഷ്ട്ര ദിനം നവംബർ 25. അപ്പോൾ നവംബർ 25ൻ്റെ പ്രത്യേകതയാണ് സ്ത്രീകൾക്കെതിരായ അതിക്രമങ്ങൾക്കെതിരെയുള്ള അന്താരാഷ്ട്ര ദിനം. നെക്സ്റ്റ്, സംസ്ഥാനത്തെ ആദ്യ ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രി കക്കോടി കുടുംബാരോഗ്യ കേന്ദ്രം കോഴിക്കോട്. അപ്പോൾ കക്കോടി കുടുംബാരോഗ്യ കേന്ദ്രം കോഴിക്കോടാണ് സംസ്ഥാനത്തെ ആദ്യ ആൻറ്റിബയോട്ടിക് സ്മാർട്ട് ആശുപത്രി. നെക്സ്റ്റ്, തേജസ് യുദ്ധവിമാനത്തിൽ യാത്ര ചെയ്ത ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി നരേന്ദ്രമോദി. അപ്പോൾ നരേന്ദ്രമോദിയാണ് തേജസ് യുദ്ധവിമാനത്തിൽ യാത്ര ചെയ്ത ആദ്യ ഇന്ത്യൻ പ്രധാനമന്ത്രി. നെക്സ്റ്റ്, 2023 നവംബറിൽ കൊച്ചിയിൽ നിലവിൽ വന്ന ആദായ നികുതി വകുപ്പിൻ്റെ പുതിയ മന്ദിരം ആയിക്കർ ഭവൻ. അപ്പോൾ 2023 നവംബറിൽ കൊച്ചിയിൽ ആദായ നികുതി വകുപ്പിൻ്റെ പുതിയ മന്ദിരം നിലവിൽ വന്നു. അതിൻ്റെ പേരാണ് ആയിക്കർ ഭവൻ. നെക്സ്റ്റ്, റേഷൻ കടകൾ വഴി 10 രൂപയ്ക്ക് ലഭ്യമാക്കുന്ന കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗുണമേന്മയുള്ള കുപ്പിവെള്ളം ഹില്ലി അക്വ. അപ്പോൾ റേഷൻ കടകൾ വഴി 10 രൂപയ്ക്ക് ലഭ്യമാക്കുന്ന കേരള ഇറിഗേഷൻ ഇൻഫ്രാസ്ട്രക്ചർ ഡെവലപ്മെൻറ്റ് കോർപ്പറേഷൻ ഉൽപ്പാദിപ്പിക്കുന്ന ഗുണമേന്മയുള്ള കുപ്പിവെള്ളമാണ് ഹില്ലി അക്വ. നെക്സ്റ്റ്, 2023 13ാമത് ഗ്ലോബൽ എനർജി പാർലമെൻറ്റിന് വേദിയാകുന്ന നഗരം കൊൽക്കത്ത. അപ്പോൾ 2023 13ാമത് ഗ്ലോബൽ എനർജി പാർലമെൻറ്റിന് വേദിയാകുന്ന നഗരമാണ് കൊൽക്കത്ത. നെക്സ്റ്റ്, ഉന്നത വിദ്യാഭ്യാസ പരിഷ്കാരത്തിൻ്റെ ഭാഗമായി എല്ലാ സർവകലാശാലകളെയും ഒറ്റ കുടക്കീഴിൽ ആക്കുന്നതിനായി വികസിപ്പിക്കുന്ന സോഫ്റ്റ്വെയർ കെറീപ്പ്.
അപ്പോൾ ഉന്നത വിദ്യാഭ്യാസ പരിഷ്കാരത്തിൻ്റെ ഭാഗമായി എല്ലാ സർവകലാശാലയും ഒറ്റ കുടക്കീഴിൽ ആക്കുന്നതിനായി വികസിപ്പിച്ച സോഫ്റ്റ്വെയറാണ് കെ-റീപ്പ്. നെക്സ്റ്റ്, 2023 നവംബറിൽ പന്നിപ്പനിയുടെ പുതിയ വകഭേദമായ H1N2 ആദ്യമായി മനുഷ്യരിൽ സ്ഥിരീകരിച്ചത് ബ്രിട്ടൻ. അപ്പോൾ 2023 നവംബറിൽ പന്നിപ്പനിയുടെ പുതിയ വകഭേദമായ H1N2 ആദ്യമായി മനുഷ്യരിൽ സ്ഥിരീകരിച്ചത് ബ്രിട്ടനിലാണ്. 2023 ഗ്ലോബൽ ആയുർവേദ ഫെസ്റ്റിവലിന് വേദി തിരുവനന്തപുരം. അപ്പോൾ 2023 ഗ്ലോബൽ ആയുർവേദ ഫെസ്റ്റിവലിന് വേദി തിരുവനന്തപുരം. 2023 നവംബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടുന്ന ചുഴലിക്കാറ്റ് മിഗ്ജാം. പേര് നൽകിയ രാജ്യം മ്യാൻമാർ. അപ്പോൾ 2023 നവംബറിൽ ബംഗാൾ ഉൾക്കടലിൽ രൂപപ്പെടുന്ന ചുഴലിക്കാറ്റാണ് മിഗ്ജാം. പേര് നൽകിയ രാജ്യം മ്യാൻമാർ. നെക്സ്റ്റ്, ഒരു തദ്ദേശ സ്ഥാപനം ഒരു കായിക പദ്ധതി എന്ന ലക്ഷ്യത്തോടെ സംസ്ഥാന സർക്കാർ നടത്തുന്ന ക്യാമ്പയിൻ പ്രൊജക്റ്റ് 1000. അപ്പോൾ പ്രൊജക്റ്റ് 1000 എന്ന പദ്ധതിയുടെ ലക്ഷ്യം എന്താണ്? ഒരു തദ്ദേശ സ്ഥാപനം ഒരു കായിക പദ്ധതി നടപ്പിലാക്കുന്നത് സംസ്ഥാന സർക്കാർ. നെക്സ്റ്റ്, 2030 വേൾഡ് എക്സ്പോയ്ക്ക് വേദിയാകുന്ന രാജ്യം സൗദി അറേബ്യ. അപ്പോൾ 2030 വേൾഡ് എക്സ്പോയ്ക്ക് വേദിയാകുന്ന രാജ്യം സൗദി അറേബ്യ.